എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബബിത അടുക്കളയിൽ ഭയങ്കരമായ പണികളിലാണ്. എല്ലായിടവും ക്ലീൻ ചെയ്യുന്നു, തുടയ്ക്കുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം അത് കൃഷ്ണമോൾ വന്നിങ്ങനെ നോക്കി നിൽക്കുക. അന്നേരം എന്നെ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുവാണ്, നീ എന്നെ ഇതിനു മുമ്പ് എന്നെ കണ്ടിട്ടില്ലേ എന്ന് ബബിത ചോദിക്കും. അന്നേരം കൃഷ്ണമോൾ വന്നിട്ട് അതല്ല, പുത്തനച്ച് പുരപ്പുറം തൂക്കും എന്ന് കേട്ടിട്ടുണ്ട്, ഇത് അതുക്കും മേലാണല്ലോ എന്ന് പറയുമ്പം എൻ്റെ വായിന്ന് വല്ലതും കേൾക്കൂട്ടോ എന്ന് ബബിത പറയുക. അന്നേരം കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും സഹായം വേണോ എന്ന്. അന്നേരം അങ്ങനെ സഹായം വേണോ എന്ന് ചോദിക്കൊന്നും വേണ്ട, സഹായം വേണം, മര്യാദയ്ക്ക് ഓരോ കാര്യങ്ങൾ ഒന്ന് ചെയ്യാൻ നോക്ക്. ഇനിയിപ്പം നീ ആ ഡൈനിങ് ടേബിൾ ഒന്ന് തുടച്ചിട്ടേക്കണം, അതുപോലെ താഴെ ഫുഡ് വേസ്റ്റ് ഉണ്ടെങ്കിൽ അതും എടുത്ത് കളഞ്ഞേക്കണം എന്നൊക്കെ പറയുമ്പം ഇത്രയും ആജ്ഞാപിക്കുകയൊന്നും വേണ്ട, മര്യാദയ്ക്ക് പറഞ്ഞാലേ ചെയ്യുള്ളൂ എന്ന് പറയും. അന്നേരം ബബിത ഒന്ന് തൊഴുതു പിടിച്ചൊക്കെ പറയുന്നുണ്ട്, ഇനി ചെയ്യാവോ എന്ന് ചോദിക്കും. അന്നേരം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അത് മാത്രം പോരാ, നീ അലിനി ചേച്ചിയുടെയും നിൻ്റെയും ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്ന് വാഷിംഗ് മെഷീനിൽ ഇടണം എന്ന് പറയുക. അന്നേരം ഞാനോ എന്ന് ചോദിക്കുമ്പോൾ എന്തേ ഇടാൻ അറിയത്തില്ലെങ്കിൽ അവിടെ തന്നെ അതിൻ്റെ മാനുവൽ ഇരിപ്പുണ്ട്, വായിച്ച് പഠിച്ചിട്ട് അങ്ങ് ഇട്ടാൽ മതി എന്ന് പറയും. അന്നേരം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പം അടുത്ത പണി, അതെ ഇന്ന് തൊട്ട് നിൻ്റെ റൂമൊക്കെ നീ തന്നെ ക്ലീൻ ചെയ്തോണം, നിൻ്റെ റൂമൊന്നും ക്ലീൻ ചെയ്യാൻ ആരും വരികയില്ല എന്ന് പറയുമ്പോൾ ഇത് ഇത്തിരി കൂടുതലാട്ടോ, ഒരു പുത്തനച്ചിയുടെ സ്വഭാവം കാണിക്കുന്നു എന്ന് പറയുമ്പം ഒരു പുത്തനച്ചിയല്ല, എല്ലാം കൂടെ എന്നെക്കൊണ്ട് പറ്റത്തില്ല, എടുപ്പത് പണിയുണ്ട്, അതുകൊണ്ട് നിൻ്റെയൊക്കെ കാര്യം നീ തന്നെ ചെയ്തോണം, അതുപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സ്വന്തം പാത്രം കഴുകി വെച്ചോണം, അല്ലെങ്കിൽ ഇവിടുത്തെ പാത്രം മൊത്തം ഞാൻ നിന്നെക്കൊണ്ട് കഴിപ്പിക്കും എന്നൊക്കെ പറയുവാണ്. അന്നേരം ആയിക്കോട്ടെ എന്ന് പറഞ്ഞങ്ങ് പോകുന്നുണ്ട് കൃഷ്ണമോൾ. അത് കഴിഞ്ഞ് ബബിത അവിടെ എല്ലാം തൂത്തുമായിരുന്നു. പിന്നെയും കൃഷ്ണമോൾ തിരിച്ചു വന്ന് ബബിത ഇങ്ങനെ തൂത്തുമായിരുന്നു, ഇങ്ങനെ ആകാംക്ഷയോട് കൂടി നോക്കി നിൽക്കുക. അന്നേരം എന്നെ അടീന് മാത്രം നോക്കാനുള്ളത് എന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയും ചെയ്യും. പിന്നെ കാണിക്കുന്നത് ശരണ്യാണ്. ശരണ്യ അലീനെ വിളിക്കും, എന്നിട്ട് ചേച്ചി എന്നാ ഇനി ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കുമ്പം സ്വരം മാറിയിരിക്കുവാണല്ലോ. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ചോദിക്കും, ചേച്ചിക്ക് എന്നാ പറ്റി, ചേച്ചിയുടെ സ്വരം എന്നെ മാറിയിരിക്കുന്നത്, എനിക്ക് ആദ്യം ഒരു സംശയം തോന്നി അലീന ചേച്ചി തന്നെയാണോ എന്ന്, എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോഴാണ് എനിക്ക് കോൾഡ് ആടി അതുകൊണ്ടാണ് എന്ന് പറയുന്നത്. അന്നേരം അയ്യോ കോൾഡ് പിടിച്ചോ, ഇനി ചേച്ചി ഇങ്ങോട്ട് എന്നാ തന്നെ, അപ്പോൾ എനിക്ക് കാണാൻ കൊതിയാവുക എന്ന് പറയുമ്പം എടി എനിക്ക് ആകെ വയ്യ, എനിക്ക് കോൾഡാണ് എന്ന് പറഞ്ഞാലും അതിൻ്റെ കൂടെ മൂക്കടപ്പും ജലദോഷവും മേൽവേദനയും ഒക്കെ ഉണ്ട്, എനിക്കൊന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റിയില്ല എന്ന് പറയുവാണ്. അന്നേരം ഭയങ്കര സങ്കടമാകും ശരണിക്ക്. അയ്യോ എനിക്കപ്പോൾ ചേച്ചി ഇനി കാണാൻ പറ്റില്ലേ, ചേച്ചിക്കൊരു ഓട്ടോ വിളിച്ച് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം ഇല്ലടി എനിക്ക് കട്ടിലേന്ന് എഴുന്നേക്കാൻ പോലും പറ്റിയില്ല, ഈ പനിയൊന്ന് മാറട്ടെ എന്നിട്ട് ഞാൻ വരാമെന്ന് പറയുവാണ്. അന്നേരം അത്രയും ദിവസം ഞാനിവിടെ വെയിറ്റ് ചെയ്യണോ, എങ്കിലും ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കും. അന്നേരം അലിന് ചോദിക്കും, അതിന് നിന്നെ ഇങ്ങോട്ട് നിൻ്റെ അച്ഛൻ വിടുമോ എന്ന് ചോദിക്കുമ്പം ഞാൻ ചോദിച്ചു നോക്കാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയും കൂട്ടി വരട്ടെ എന്ന് ചോദിക്കുമ്പം എടി ഇത് വീട്ടുകാർ സമ്മതിക്കുമോ, ശരിക്കും രോഹിത് താമസിക്കുന്ന വീട്ടിലേക്ക് നീ വരാൻ അവർ സമ്മതിക്കുമോ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നോളാം പനി മാറുമ്പോൾ എന്ന് പറയുമ്പോൾ അത് പറ്റൂല, എനിക്ക് ചേച്ചിയെ കാണണം, ചേച്ചി ഒരു കാര്യം ചെയ്യുക ലൊക്കേഷൻ അയച്ചിട്ട് ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് വിടുവാണെങ്കിൽ വരാം എന്ന് പറയും. എന്നാൽ ആയിക്കോട്ടെ വീട്ടുകാർ സമ്മതിക്കുവാണെങ്കിൽ മാത്രം നീ ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ പനി മാറുമ്പോൾ ഞാൻ അങ്ങോട്ട് വന്നോളാം കേട്ടോ എന്ന് അലീന പറയുന്നുണ്ട്. അതിനുശേഷം ബബിതയെ കാണിക്കുന്നുണ്ട്. ബബിത തറയെല്ലാം തുടയ്ക്കാനായിട്ട് മോപ്പൊക്കെ ആയിട്ട് മേലത്തെ ഫ്ലോറിലോട്ട് ചെല്ലുന്നു. എന്നിട്ട് അവിടുത്തെ ഹാള് തുടച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഈ ശബ്ദം കേട്ട് ഇറങ്ങി വരും രോഹിത്. എന്നിട്ട് എന്നെ ശബ്ദം അടിയതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ശബ്ദമില്ലാതെ തുടയ്ക്കാൻ പറ്റുമോ, അങ്ങനെ തുടയ്ക്കാൻ അറിയാമെങ്കിൽ ഇതേ പിടിച്ചു എന്നിട്ട് തുടച്ചോളാൻ പറയുമ്പോൾ കുഴപ്പമില്ല, ശബ്ദമൊക്കെ ഉള്ളത് നല്ലതാണ്, ക്ലീൻ ചെയ്താൽ പോരെ, അതല്ലേ ശരിയായ രീതി എന്ന് പറഞ്ഞ് പയ്യെ ഒഴിഞ്ഞു മാറുന്നുണ്ട് രോഹിത്. അത് കഴിഞ്ഞ് നീ ഇവിടെ മാത്രമേ തുടയ്ക്കുന്നുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ഇന്നൊരു ദിവസം കൂടെ വേണമെങ്കിൽ റൂം ക്ലീൻ ചെയ്ത് തരാം, നാളെ തൊട്ട് സ്വന്തം റൂം എല്ലാവരും സ്വന്തമായിട്ട് ക്ലീൻ ചെയ്തോണം, അതുപോലെ സ്വന്തം ഡ്രസ്സ് പോയി കൊണ്ടേ കഴുകിയിട്ട് വേണം, ഇവിടെ ആരും വേറെ കഴുകിയിടാനൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ആയിക്കോട്ടെ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. ബബിതയുടെ ഈ ഒരു കമാൻഡിങ് പവർ വെച്ച് എല്ലാവരെയും കമാൻഡ് ചെയ്യുവാണ്. പിന്നെ ആരെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ആരും ഒന്നും മിണ്ടുന്നില്ല, രോഹിത്തും പറയുന്നതെല്ലാം അനുസരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ ബബിത ബാലേന്ദ്രൻ്റെ റൂമിൻ്റെ അങ്ങോട്ട് പോയി തട്ടും. അന്നേരം ബാലേന്ദ്രൻ്റെ റൂം തുറന്നിട്ട് ഇങ്ങനെ ബബിത നോക്കി ഇങ്ങനെ കുറച്ചിറങ്ങി നോക്കി നിന്നിട്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കും. അന്നേരം ഞാനിവിടെ പപ്പടം കാച്ചാൻ വന്നതാ, അച്ഛന് മോനെ പോലെ തന്നെ ബുദ്ധി പോയോ, എൻ്റെ കയ്യിൽ മോപ്പിരിക്കുന്നത് കണ്ടില്ലേ, ഞാൻ റൂം ക്ലീൻ ചെയ്യാൻ വന്നതാന്ന് പറയുമ്പോൾ ഓ അതിനാണോ വന്നത് എന്ന് ചോദിച്ച് ഇങ്ങനെ അത്ഭുതത്തോടെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുവാണ്. എന്നിട്ട് പുറത്തൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടല്ലോ അതൊക്കെ നോക്കും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുവാണ് ഇതുപോലുള്ള ശീലങ്ങളൊക്കെ എന്നാ തുടങ്ങിയത്, ഇതിനു മുമ്പ് ദേഹം അനക്കുന്ന ഒരു പരിപാടി ഇല്ലായിരുന്നല്ലോ എന്നിങ്ങനെ പറയുമ്പം അലിനി ചേച്ചിക്ക് പനിയല്ലേ അതുകൊണ്ട് ഒന്ന് സഹായിക്കാമെന്ന് ഓർത്താ ഇത് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അത് നല്ലതാ, ഇനിയിപ്പം അലീന എഴുന്നേറ്റാലും ഇതുപോലുള്ള പണിയൊക്കെ നീ ചെയ്തു എന്ന് കരുതി ആരും നിന്നെ കുറ്റപ്പെടുത്താനൊന്നും വരത്തില്ല കേട്ടോ എന്ന് പറയും. ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. അന്നേരം താഴെ നിന്ന് കൃഷ്ണമോൾ
അതേ പുത്തനച്ചി മാത്രമല്ല കേട്ടോ, ഞാനും ഇവിടെ തുടയ്ക്കുന്നുണ്ട് എന്ന് പറയും. അന്നേരം ഇവർ രോഹിതും ബാലേന്ദ്രനോട് താഴോട്ട് നോക്കുമ്പം താഴ്ഭാഗം തുടയ്ക്കുന്നത് കൃഷ്ണമോള. അന്നേരം ബബിത പറയുന്നുണ്ട്, താഴത്തെ ഫ്ലോർ മൊത്തം ക്ലീൻ ചെയ്യുന്ന അവളാണ്, ഇവിടെ ഞാനും, അങ്ങനെയാണ് ഞങ്ങൾ പണിയെടുക്കുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ മക്കളിൽ ഇതുപോലൊരു ഒത്തൊരുമ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല, ഇതേതായാലും നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രോഹിത്തിനെ നോക്കി ചിരിക്കുമ്പോൾ രോഹിത് ഇതൊക്കെ വലിയ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ കൈകൊണ്ട് കാണിച്ചിട്ട് നേരെ റൂമിലോട്ട് കയറി പോവുക. പിന്നീട് വൈജയന്തിക്ക് ഫുഡുമായിട്ട് വൈജയന്തിയുടെ റൂമിലോട്ട് ചെല്ലുന്ന ബബിതയാണ് കാണിക്കുന്നത്. എന്നിട്ട് ഈ ഫുഡ് എവിടെ വെക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ സ്ഥലം ഉള്ളിടത്ത് വെച്ചോളം പറയും. അന്നേരം ടേബിളിൽ ഇരുന്ന് ലാപ്പിൽ എന്തോ ചെയ്യുമായിരുന്നു വൈജയന്തി. അതിൻ്റെ തൊട്ടടുത്ത് കൊണ്ട് വയ്ക്കുമ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വരും. ഇതിവിടെയാണോ കൊണ്ടുവയ്ക്കുന്നത്, സ്ഥലം ഉള്ളിടത്ത് വെക്കാൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ നല്ല സൗകര്യമുള്ള ഒരു സ്ഥലം ഈ വീട്ടിൽ തന്നെയുണ്ട്, ആ ഡൈനിങ് ടേബിൾ, അവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ അമ്മയോട് പറഞ്ഞാൽ അമ്മ കേൾക്കുകയല്ലോ, അതുകൊണ്ടാണ് സ്ഥലം ഉണ്ട് എന്ന് തോന്നുന്നിടത്ത് ഞാൻ കൊണ്ട് വെച്ചത് എന്ന് പറയും. അന്നേരം ദേഷ്യം വന്നിട്ട് വൈജയന്തി അതെ അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ തലയിലേക്ക് വെക്കുക എന്ന് പറയുവാണ്. അന്നേരം ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചതാണ്, പക്ഷേ അവിടെ സ്ഥലമില്ലല്ലോ, അവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിൽ കൊണ്ട് നടക്കാനല്ലേ സ്ഥലമുള്ളൂ, ഇതിനൊന്നുള്ള സ്ഥലമില്ല എന്ന് പറയുമ്പോൾ അതേടി നിനക്കൊക്കെ അമ്മ ചെയ്യുന്നതെല്ലാം തെറ്റായിട്ട് തോന്നും, നിനക്കൊക്കെ അമ്മയെ ഇപ്പോൾ കുറ്റപ്പെടുത്താനും തോന്നും, ഇതൊക്കെ നീയൊക്കെ അനുഭവിക്കുമ്പം പഠിച്ചോളും, അമ്മ എന്തിനാണ് ഇത്രയും വാശി കാണിച്ചതെന്നും എന്തിനാണ് ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നിന്നതെന്നും നീയൊക്കെ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പം അമ്മ എന്തിനാ ഇങ്ങനെ വെറുതെ വാശി പിടിക്കുന്നത്, അമ്മയുടെ വാശി കളഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുവാണ്. അന്നേരം വൈജയന്തി തിരിച്ചു വയ്ക്കുകയാണ്, അമ്മയ്ക്കാണോടി വാശി, കണ്ടവളുമാരെ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ സമ്മതിക്കത്തില്ലെന്നും അവൾക്ക് ഒരു പരിധിയെ കൂടുതൽ ഇവിടെ സ്വാതന്ത്ര്യം കൊടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞു, അതാണോ തെറ്റ്, നീയൊന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ ഒരുത്തിക്ക് വേണ്ടി ഈ വീട്ടിലുള്ളവർ സഹിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം അമ്മേ ആ കാര്യം വിട്, അമ്മ ഇങ്ങനെ വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പം നിനക്കൊക്കെ മനസ്സിലാകാൻ പോകുന്നതേ ഉള്ളൂ, അവൾക്ക് വേണ്ടി നിന്നെയൊക്കെ ബാലേന്ദ്രൻ തോണ്ടി പള്ളേ കളയും, അന്ന് നീയൊക്കെ പഠിക്കുള്ളൂ എന്ന് പറയുമ്പം ബബിത പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, അലീന ചേച്ചിക്ക് വേണ്ടി അച്ഛൻ ഇത്രയൊക്കെ ചെയ്യുമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് പറയും. അന്നേരം കാണുമ്പോഴേ നീയൊക്കെ പഠിക്കുള്ളൂ, അനുഭവിക്കുമ്പോഴേ നീയൊക്കെ പഠിക്കുള്ളൂ എന്ന് പറയും. അന്നേരം ബബിത പിന്നെ ഓരോന്ന് പറയുന്നത് വൈജയന്തിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിരിക്കുവാണേ. അന്നേരം ബബിത അത് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് എന്ന് പറയും. എന്നതാണെങ്കിലും പറഞ്ഞ് തൊലയ്ക്ക് എന്ന് പറയുമ്പം ബബിത പറയുന്നുണ്ട്, നാളെ തൊട്ട് റൂം സർവീസ് ഇല്ല, അമ്മ ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ഒരു കാര്യവും നടക്കുകയില്ല, ഞാൻ ഇവിടെ ഇരിക്കുകയുള്ളൂ, ഞാൻ ആ ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ അവൾ ഈ വീട് വിട്ട് പോകണം, അല്ലെങ്കിൽ അവൾ ചത്തൊടുങ്ങണം, എങ്കിലും ഞാൻ ആ ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുകയുള്ളൂ, ആ കാര്യമൊന്നും ഇങ്ങോട്ട് പറയാൻ വരണ്ട, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ബബിത ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണല്ലോ. അതിനെ വീണ്ടും വൈജയന്തി പറയുന്നുണ്ട്, നിനക്കൊക്കെ വിഷമമുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട, ഒരു ആളുടെയും ഔദാര്യത്തിലല്ല വൈജയന്തി ഇവിടെ വരെ ജീവിച്ചത്, ഇനിയും ആരുടെയും ഔദാര്യത്തെ മുന്നോട്ട് ജീവിക്കാൻ തീരുമാനിച്ചിട്ടുമില്ല, ഇതുവരെ അങ്ങനെ ഒരു കാര്യത്തിന് വൈജയന്തി നിന്ന് കൊടുത്തിട്ടുമില്ല എന്ന് പറയുന്നു. പിന്നെ സംസാരിച്ച് നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുവാണ് ബബിത പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ആ ദേഷ്യം കൊണ്ട് തന്നെ വൈജയന്തി പറയുകയാണ്, ഭക്ഷണം വേണ്ട, തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നത്. ബബിത തിരിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. ആകെ വിഷമത്തിലിരിക്കുവാണ് വൈജയന്തി, കാരണം മക്കൾ മൊത്തം മറുകണ്ടം ചാടിയല്ലോ. പിന്നെ അലീനയ്ക്ക് ഫുഡുമായിട്ട് വരുന്ന ബബിതയാണ് കാണിക്കുന്നത്. കഞ്ഞി കൊണ്ട് വെച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അലീന ചോദിക്കും, ഇന്ന് കഞ്ഞിയാണോ, എനിക്ക് പൊറോട്ടയും ചിക്കൻ കറിയും മതിയെന്ന്. നേരം പനിച്ച് കിടക്കുന്ന ആൾ പൊറോട്ടയും ചിക്കൻ കറിയാണോ കഴിക്കുന്നത്, ഇവിടെ പനിയില്ലാത്ത ഞങ്ങൾ പോലും ഈ കഞ്ഞിയും ചമ്മന്തിയൊക്കെ കഴിക്കുന്നത്, ഇതങ്ങ് കഴിച്ചാൽ മതി എന്ന് പറയുമ്പോൾ പനി മാറുമ്പം മേടിച്ച് തരാമോ എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം അത് അന്നേരത്തെ കാര്യമല്ല, അച്ഛനോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും. അന്നേരം ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഇത് മൊത്തം അഭ്യാസമാണ്, അനീതിമാരെ ശുശ്രൂഷിക്കാൻ നിൽക്കുമല്ലേ, അതുകൊണ്ട് കൊഞ്ചുന്നതാണ് എന്ന് പറയും. അന്നേരം മര്യാദയ്ക്ക് ഇതെടുത്ത് കഴിക്കാൻ നോക്കുക കേട്ടോ എന്ന് വീണ്ടും ബബിത പറയുമ്പം എനിക്ക് കഴിക്കാൻ പറ്റില്ല, കോരി തന്നെന്ന് പറയും. അന്നേരം അതെന്താ കഴിക്കുക വയ്യേ എന്ന് ചോദിക്കുമ്പോൾ തീരെ പറ്റിയില്ല, വേദനയാണെന്ന് പറയുവാണ്. അന്നേരം കൃഷ്ണമോളോട് കൊടുക്കാവോ എന്ന് ചോദിക്കും ബബിത. അന്നേരം പിന്നെ എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ അച്ഛനെ വിളിക്കാൻ പോകാമെന്ന് പറഞ്ഞ് കൃഷ്ണമോൾ അവിടെ നിന്ന് പോകും. പിന്നെ ബബിത കസേര നീക്കിയിട്ടിട്ട് വേറെ നിവൃത്തിയില്ലല്ലോ കോരി കൊടുക്കുവാണ്. അത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ബബിതയുടെ മുഖത്തേക്ക് ഒരുപാട് ഇഷ്ടത്തോടെ നോക്കിയിരിക്കുന്നുണ്ട് അലീന. അതിനിടയ്ക്ക് മുഖത്തിങ്ങനെ പയ്യെ പിടിച്ചിട്ട് ഇങ്ങനെ ഉമ്മ കൊടുക്കുന്ന പോലെയൊക്കെ കാണിക്കുക. അന്നേരം എന്നെ കോപ്രായം കാണിക്കുമോ, മര്യാദയ്ക്ക് ഇരിക്കുക എന്നൊക്കെ പറയുവാണ് ബബിത. ഈ സമയം കൊണ്ട് കൃഷ്ണമോള് ബാലേന്ദ്രനെ വിളിച്ചുകൊണ്ട് വരും റൂമിലേക്ക്. എന്നിട്ട് കണ്ടോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് കാണുന്ന ബബിതയ്ക്ക് ദേഷ്യം, നിങ്ങൾ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നതാണ്, ഞാനിവിടെ വല്ല എക്സിബിഷനിങ് നടത്തുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല, ഈ രോഗി ഒന്ന് കാണാമെന്ന് ഓർത്ത് കയറിയെന്നുള്ളൂ, ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞാൽ ബാലേന്ദ്രൻ അങ്ങ് പോവും. പിന്നെയും കഞ്ഞി കോരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ബബിത. അതിനിടയ്ക്ക്
അലീന വീണ്ടും അതുപോലെ ഓരോ കുസൃതിയൊക്കെ കാണിക്കുന്നുണ്ട്. അന്നേരം മര്യാദ ഇരിക്കുക എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുമുണ്ട്. അതിനിടയ്ക്ക് ഫുഡ് കൊടുക്കുന്നുമുണ്ട് ബബിത. എന്നാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ. പിന്നെ അവർ 4 പേരോട് ഡൈനിങ് ടേബിളിൽ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുവാണ്. എല്ലാവരും ഭയങ്കര ഒത്തൊരുമയാണ് കേട്ടോ. എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു. വൈജയന്തിയെ ഒതുക്കാനുള്ള കാര്യമാണോ എന്നറിയത്തില്ല. 4 പേരും 3 മക്കളോട് ഒരുമിച്ച് നിൽക്കാം എന്ന് പറഞ്ഞാൽ അവർ കൈ കൊടുക്കുന്നൊക്കെയുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എന്നും ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതി, പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട്. ബാലേന്ദ്രൻ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് മക്കളുടെ ആ ഒത്തൊരുമ കാണുമ്പം. അതുപോലെ കൃഷ്ണമോളും ബബിതയും കൂടെ പിറ്റേ ദിവസം മുറ്റം അടിക്കുന്ന കാണുന്നുണ്ട്. അപ്പോൾ രണ്ടെണ്ണോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഗം വെച്ച് മുറ്റം അടിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ജനലിക്കടെ നോക്കുന്ന അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവർ തമ്മിലൊരു ബോണ്ട് വന്നല്ലോ, സ്നേഹം വന്നല്ലോ പരസ്പരം. ഏതായാലും അത് കണ്ടിട്ട് കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് റൂമിലേക്ക് ബാലേന്ദ്രൻ കയറി വരുന്നത്. അന്നേരം അലീന പറയുക, ഈ കിടപ്പ് ഒരു സുഖമുള്ള കാര്യമാണ്, ഞാൻ കുറച്ച് ദിവസത്തോടെ കിടക്കാൻ പോകാമെന്ന് പറയുമ്പോൾ, എൻ്റെ പൊന്നടി ചതിക്കല്ലേ, നീ എഴുന്നേറ്റ് നടന്നില്ലേ എനിക്ക് നല്ലൊരു ചായ പോലും കിട്ടത്തില്ല, നിനക്ക് തന്ന ചുക്ക് കാപ്പി തന്നെയാണ് എനിക്കും തന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. പിള്ളേരെല്ലാം നല്ല വഴിയിലേക്ക് എത്തി. ആകപ്പാട് അവിടെ ഇടഞ്ഞു നിൽക്കുന്നത് വൈജയന്തി മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ തന്നെയാണ്.